നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 9 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. നൈറ്റ് മെയർസ് കാണുന്ന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വറി ചെയ്യുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഡിപ്രഷനിലേക്ക് വരെ നിങ്ങൾ എത്തുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളിലേക്ക് എനർജി നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ളത് അവിടെ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നാണ്. 8 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ള വ്യക്തികൾ, നെഗറ്റീവ് എനർജി, ആ വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും വാക്കിംഗ് എവേ എന്ന് പറയുന്നു. നിങ്ങളുടെ ചോയ്സിൽ കുറച്ചും കൂടി ജാഗ്രത വേണമെന്ന് പറയുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ കുറച്ചും കൂടി വ്യക്തത വേണമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു സ്റ്റെക്ക് എനർജി മാറിക്കൊണ്ട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയാണ്. ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യേണ്ടത് അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക എന്നാണ്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ്. നെഗറ്റീവ് വ്യക്തികൾ, നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്നും റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ, അവരിൽ നിന്നും ഒരു കൈയകലം മാറിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് നീതി തന്നെയാണ് ലഭിക്കുക. സെൽഫ് റിയലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് നിങ്ങളിലേക്ക് ഒരു വ്യക്തത വരികയാണ് പിന്നീട് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് പിന്നെ വരുന്ന ഐശ്വര്യത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു, ചേഞ്ചിനെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ ഹേർട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റിംഗ് പവറിനെ, നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ മജീഷ്യൻ കാർഡ് കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങൾക്ക് അനന്ത സാധ്യതകൾ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ആഗ്രഹം അത് നേടിയെടുത്തതായി സങ്കല്പിച്ചുകൊണ്ട്, അനന്ത സാധ്യതകളെ നിങ്ങൾ കണ്ടുകൊണ്ട്, ആ ഒരു ഇൻഫിനിറ്റി സൈനെ നിങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുക. അവിടെയാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നത്. സോർട്സ് പറയുന്നത് തോട്ട് ലീഡറായ നിങ്ങൾ എന്താണോ തീരുമാനമെടുക്കുന്നത്, നിങ്ങളുടെ ഡിസിഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് കൊണ്ടുവരുന്നത്. ശരിയായ ദിശ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായതിനെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ബീയിങ് ഡയറക്റ്റ് എന്നാണ്, സീക്കിംഗ് ട്രൂത്ത് എന്നാണ്. ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ യൂണിവേഴ്സ് പറയുന്നു. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കേണ്ടത് ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് സക്സസ്, യെസ്, കംപ്ലീഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. സൺ കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നേടിക്കഴിഞ്ഞു എന്നാണ് സൺ കാർഡ് പറയുന്നത്.